കേരള രാഷ്ട്രീയത്തിൽ മാണി കുടുംബത്തിന്റെ തട്ടകമായി അറിയപ്പെടുന്ന പാലാ നഗരസഭയുടെ ഭരണം നിലവിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ കടുത്ത അനിശ്ചിതത്വത്തിലാണ്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് LDFന്റെ ഭാഗമായിരിക്കെ നഗരസഭയിൽ കേവല ഭൂരിപക്ഷം നേടാൻ ഒരു മുന്നണിക്കും കഴിയാതെ വന്നതോടെ 5ഓളം സ്വതന്ത്ര കൗൺസിലർമാരാണ് പാലയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായക ശക്തികളായി മാറിയിരിക്കുന്നത്. 26 വാർഡുകളുള്ള കൗൺസിലിൽ LDFന് 11 സീറ്റുകളും UDFന് 10 സീറ്റുകളും ലഭിച്ചു. ശേഷിക്കുന്ന 5 സ്വതന്ത്രരുടെ നിലപാടാണ് പാലായിൽ അധികാര കസേര ആർക്ക് ലഭിക്കണമെന്ന് തീരുമാനിക്കുക. ഈ 5 സ്വതന്ത്രരിൽ ഒരാളായ ജോസ്റ്റിൻ പിനോ നേരത്തെ CPM പിന്തുണയോടെ ചെയർപേഴ്സണായ വ്യക്തിയാണെങ്കിലും ബാക്കിയുള്ള 4 പേരുടെ നീക്കങ്ങൾ അതിനിർണായകമാണ്. പാലാ നഗരസഭയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ കീഴ്മേൽ മറിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ബിനു പുളിക്കക്കണ്ടം, അദ്ദേഹത്തിന്റെ സഹോദരൻ ബിജു, മകൾ ദിയ എന്നിവരടങ്ങിയ പുളിക്കക്കണ്ടം കുടുംബമാണ്. ബിനു പുളിക്കക്കണ്ടം, ബിജു, ദിയ എന്നിവർ സ്വതന്ത്രരായി മത്സരിച്ച് വിജയിച്ച 13, 14, 15 വാർഡുകളിൽ UDF സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല. ഇതൊരു രാഷ്ട്രീയ സഖ്യത്തിന്റെ സൂചനയാണ് നൽകുന്നത്.